പൂജാ ബമ്പർ നറുക്കെടുപ്പ് ഒന്നാം സമ്മാനം കൊല്ലത്ത് നിന്ന് വിറ്റ ടിക്കറ്റിന് KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ കടയിൽ നിന്ന് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം. MG പ്രതീഷ് ചേരുന്നുണ്ട്. പ്രതീഷ്, ഏത് ലക്കി സെന്റർ, ആരാണ് ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി? ഗോകുൽ, പൂജ ബമ്പർ അടിച്ച ആ ഭാഗ്യവാനെ തിരക്കുകയാണ് കേരളം. അതാര് എന്നുള്ള ഒരു കാത്തിരിപ്പ് കഴിഞ്ഞ കുറച്ച് സമയമായി ഉണ്ട്. ഇപ്പോൾ ആ ലോട്ടറി ഒന്നാം ബമ്പർ അടിച്ച ടിക്കറ്റ് വിറ്റ കടയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കൊല്ലത്തെ ജയകുമാർ ലോട്ടറി സെന്ററിലാണ് ഈ ഒന്നാം സമ്മാനം അടിച്ച ലോട്ടറി വിറ്റത്. ഈ കടയുടമ ഇപ്പോൾ 24-നോടൊപ്പം ചേരുകയാണ്. എപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്? ഒരു അരമണിക്കൂർ ആയതേ ഉള്ളൂ. പ്രൈസ് നറുക്കെടുപ്പ് നടന്ന ഉടനെ തന്നെ അത് അറിയാൻ സാധിച്ചു. നമ്മൾ കായംകുളം ജില്ലാ ലോട്ടറി ഓഫീസിൽ നിന്ന് വാങ്ങിയ ടിക്കറ്റാണ്. അത് വിറ്റത് ഈ കടയിലാണ്. നമ്മുടെ ജയകുമാർ ലോട്ടറി സെന്ററിന്റെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലുള്ള കൊല്ലം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലുള്ള ഈ കടയിൽ കൂടിയാണ് നമ്മൾ ആ ഭാഗ്യം വിറ്റത്. ആരാണ് എടുത്തതെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും? അതന്നെ അവസാനമായിട്ട് ആ ഭാഗ്യം സിദ്ധിച്ച ആളാരാന്നുള്ളത് ഇതുവരെ നമ്മൾക്ക് അറിഞ്ഞിട്ടില്ല. 1962 K. ജനാർദ്ദൻ നായർ ഞങ്ങളുടെ പിതാവാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. അതായത് ലോട്ടറി കേരള ലോട്ടറി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് നമ്മുടെ ജയകുമാർ ലോട്ടറി സെന്റർ. അന്നേരം അന്ന് മുതൽ ഇന്ന് വരെ ഒട്ടനവധി ഭാഗ്യാന്വേഷികളെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. എത്രത്തോളം ഈ ബമ്പർ നേരത്തെ സമാനമായ രീതിയിൽ അടിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതായത് കേരള ലോട്ടറിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഒന്നാം സമ്മാനം വിറ്റത് ഞങ്ങളുടെ കടയിൽ കൂടെയാണ്. ഇതിപ്പം അതിനുശേഷം പല ബമ്പറുകൾ നടന്നു. ഇപ്പം BR എന്ന് പറഞ്ഞ സീരീസിലെ 100ാമത്തെ ബമ്പറാണ്. അതും ഒരു വലിയ സന്തോഷമാണ്. BR എന്ന് പറഞ്ഞ സീരീസിലെ 100ാമത്തെ പ്രൈസ് വീണ്ടും ഞങ്ങളെ കൂടെ വിൽക്കാൻ സാധിച്ചു. ഏത് ദിവസമാണ് ടിക്കറ്റ് എടുത്തതെന്നുള്ള കാര്യത്തിൽ അങ്ങനെ ഈ വന്ന ആള് പ്രൈസ് അടിച്ച ആള് വന്നെങ്കിലേ അറിയാൻ പറ്റൂ എന്നാണ് എടുത്തത് എന്നുള്ള കാര്യങ്ങൾ. മറ്റ് പ്രൈസിനെ പറ്റിയും മറ്റ് അടിച്ച ആളിനെ പറ്റിയൊക്കെ ഉള്ള വരും മണിക്കൂറുകളിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. ഗോകുൽ, എന്തായാലും ഈ ടിക്കറ്റ് വിറ്റ കട ഏതാണെന്ന് തിരിച്ചറിഞ്ഞു. ഇനി ആ ഭാഗ്യശാലിയെ കണ്ടെത്തിയാൽ മതി. ഈ 12 കോടിയുടെ ഭാഗ്യം ആർക്കാണ് കടാക്ഷിച്ചിരിക്കുന്നതെന്ന് അറിയാൻ ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. കായംകുളത്തുനിന്ന് വാങ്ങിയ ലോട്ടറിയാണ് ഇവിടെ എത്തിച്ചതും. ഈ വിറ്റഴിക്കുന്ന സമയത്ത് ഇവിടെ നിന്നാണ് ആ ഭാഗ്യശാലി ലോട്ടറി എടുത്തിരിക്കുന്നത്. 12 കോടിയാണ് ഒന്നാം സമ്മാനം. ഈ വർഷം അവസാനിക്കുമ്പോൾ ഈ വർഷത്തെ അവസാനത്തെ ബമ്പർ കൂടിയാണ് പൂജ ബമ്പർ. അത് ആരാണ് എന്നുള്ളൊരു കാത്തിരിപ്പാണ് ഇനി. ഏതായാലും ആ ഭാഗ്യശാലി ആരാണ് എന്ന് കാത്തിരിക്കുകയാണ് കേരളം. ഈ ടിക്കറ്റ് എടുത്തവർക്കൊക്കെ ഒരു അസൂയോടുകൂടി, നഷ്ടബോധത്തോടുകൂടി ആരാണ് ഈ 12 കോടി സ്വന്തമാക്കിയതെന്ന് അറിയാൻ കാത്തിരിക്കുന്നു. കൊല്ലത്തു നിന്ന് പോയ ടിക്കറ്റാണ്. ഇനി ആരാണ് ഭാഗ്യവാൻ ഭാഗ്യവതി എന്നതാണ് അറിയേണ്ടത്.